വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റസീന നിയാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു തരാം എന്താണ്. ഇന്നലത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കമന്റ് ചെയ്തായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു ബേബീൻ്റെ ക്ലോത്ത് എല്ലാം പർച്ചേസ് ചെയ്ത വീഡിയോ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ സ്വീറ്റ് സബ്സ്ക്രൈബറിന് സ്പെഷ്യൽ താങ്ക്സ് ആണ്. ഓരോരുത്തരെയും ഞാൻ ഇന്ന് പേരെടുത്ത് പറയുന്നില്ല, നെക്സ്റ്റ് വ്ളോഗിൽ പറയാട്ടോ. പിന്നെ വേറെന്താ, ഞാനിങ്ങനെ ഒരുങ്ങിയിട്ടെല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇന്ന് ഇവിടെ ഒരുങ്ങിയിട്ടെല്ലാം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ നോർമലി എടുക്കല്ലേ. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ സമയം വന്നിട്ട് 12:35 ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഒരു എത്ര മണിക്കാണ് ഞാൻ പോയത്, 12 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ പോകുമ്പോൾ പെട്ടെന്ന് പോയി വന്ന് ഞാൻ അടുത്ത് തന്നെ ഞാൻ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ഞാനുള്ള താമസിക്കുന്നിടത്തുനിന്ന് ഭയങ്കര അടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ കേട്ടോ. അവിടെയാണ് ഞാൻ കാണിക്കുന്നത്, ഞാൻ അന്നേ പറഞ്ഞില്ലേ. അപ്പോൾ കുറേ സമയം ഞാനിങ്ങനെ മടിച്ച് കിടന്നിട്ട് കുറേ പെട്ടെന്ന് രാവിലെ ഒരുപാട് ജോലികൾ പെട്ടെന്ന് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ടയേർഡ് വന്നിട്ട് ഞാനങ്ങനെ മടിച്ച് കിടന്നിട്ട് ഞാൻ കുറേ പ്രാവശ്യം കോലാക്കിയിട്ട് എന്നെ ചീത്ത പറഞ്ഞു. ഇപ്പോൾ റിപ്പോർട്ട് കാണിക്കും, എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് വയ്യ അങ്ങനെയാണ്. പക്ഷെ എനിക്ക് എന്തായാലും പോസിറ്റീവ് മാത്രമേ എൻ്റെ മണ്ടയിൽ ഇപ്പോൾ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു 12 ആകുമ്പോൾ വേഗം ഡ്രസ്സ് ചെയ്തിട്ട് ഒരു ഇയറിംഗ് എല്ലാം ഇട്ട്, ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഡ്രസ്സിങ്. ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഒരു ഇയറിംഗ് ഇടുക. ഗോൾഡൻ്റെ എപ്പോഴും ചെവിയിലെന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ചേഞ്ച് ആക്കാൻ നിൽക്കില്ല. അതെന്തെങ്കിലും ഞാൻ കുളിക്കുന്ന സമയത്ത് ഓയിൽ മസാജിലാക്കുന്ന സമയത്ത് അയച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ പണി കിട്ടും കേട്ടോ. പിന്നെ ഞാനത് എടുക്കാൻ തിരക്കിലിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, ഇതിൻ്റെ ബാക്കിലുള്ള തിരുപ്പല്ലെങ്കിൽ തിരിച്ചിടാൻ. അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ പണികൾ ഒപ്പിച്ചിട്ട് പോകട്ടെ. അങ്ങനെ പോയി നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും 12 ആയതല്ലോ, ഹോസ്പിറ്റലിൽ നല്ല തിരക്കെല്ലാം കുറവായിരിക്കുമെന്ന്. പോയി നോക്കുമ്പോൾ നല്ല തിരക്കാണ്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്, മെഡിസിൻ മേടിക്കുന്നതും. പക്ഷേ ഡോക്ടറിൻ്റെ കൺസൾട്ടിങ് എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും മെഡിസിനും അതിനെല്ലാം ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി പെട്ടെന്ന് തന്നെ എൻ്റെ റിപ്പോർട്ടെല്ലാം കാണിച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല നിങ്ങളോട് അനോമലി സ്കാനിൻ്റെ റിപ്പോർട്ടെല്ലാം ഞാൻ കാണിച്ചു തരാം, ബേബിൻ്റെ വെയിറ്റും ഒക്കെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇന്നലെ അനോമലി സ്കാനിന് പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ വീഡിയോയിൽ. അപ്പോൾ അന്ന് ഞാൻ റിപ്പോർട്ട് കാണിച്ചിട്ടില്ലല്ലോ, ഇന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഡോക്ടറെ കണ്ട് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാം പെർഫെക്റ്റ് ആണ്, അടിപൊളിയായിട്ടുണ്ട്. ബേബിൻ്റെ വെയിറ്റ് ആണെങ്കിലും പിന്നെ 5 മന്തിലാണെങ്കിൽ ഈ ഒരു വെയിറ്റേ ഉണ്ടാവുള്ളൂ. നമ്മൾ ആഫ്റ്റർ 7 മന്താണ് ബേബിൻ്റെ വെയിറ്റ് കൂടുതലാവലെന്ന്. പക്ഷേ നിയാസ്കാക്ക് ഒരു മിനിറ്റ് ഞാൻ ട്രൈപ്പോഡ് ഒന്ന് കുറച്ച് താത്തിക്കോട്ടെ. പക്ഷേ നിയാസ്കാക്ക് ഒരു ടെൻഷൻ കേട്ടോ, ബേബിക്ക് വെയിറ്റില്ലേ അങ്ങനെ ഒരു ടെൻഷൻ നിയാസ്കാക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല, കാരണം പ്രസവിക്കേണ്ടത് ഞാനല്ലേ, ഒരുപാട് വെയിറ്റ് ആയിട്ട് ബുദ്ധിമുട്ടേണ്ടത് ഞാൻ തന്നെയല്ലേ. അപ്പോൾ സ്കാനിങ് റിപ്പോർട്ടെല്ലാം ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാം നോക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ബേബിക്ക് ഒരു പ്രശ്നവും ഇല്ല. മാഷാ അല്ലാ, എന്താ പറയുക, റബ്ബിനോട് സ്തുതി പറയുന്നത് കേട്ടോ. എനിക്കും പോസിറ്റീവ് തിങ്കിങ് ആണെങ്കിൽ ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടാവുമല്ലോ നമുക്ക് എന്തായാലും. അപ്പോൾ ഇതുവരെ ഉള്ള എല്ലാം കുട്ടീൻ്റെത് നോർമലാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ബേബിൻ്റെ റിപ്പോർട്ട്സ് ഞാൻ വൃത്തിക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണിച്ചു തന്നാൽ അത് ടേണായിട്ടും അങ്ങനെ ഒക്കെ ആവും. ഞാൻ ബാക്ക് ക്യാമറ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ എൻ്റെ റിപ്പോർട്ട് കാണുന്നത്. പ്ലസൻറ്റ പൊസിഷൻ വന്നിട്ട് പോസ്റ്റീരിയർ ആണ്. ഇത് എൻ്റെ ഫ്ലൂയിഡിൻ്റെ അളവാണ് കേട്ടോ, എൻ്റെ അതായത് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവാണ്. പിന്നെ എന്താ പറയുക, ഇന്റർണൽ ഓസിസ് ഇത് നോർമലി ക്ലോസ് തന്നെ ആയിരിക്കും എല്ലാവർക്കും. ഡെലിവറി സമയത്ത് മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ. സർവിക്കൽ ലെങ്ത് അപ്രോക്സിമേറ്റ്ലി 3.4 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ ഇതൊക്കെ കുട്ടീൻ്റെ ഹെഡും ലെങ്ത്തും അങ്ങനെയുള്ളതാട്ടോ. എല്ലാം 19 വീക്ക് 5 ഡേയ്സ് ആണ്. പിന്നെ ചിലത് 20 വീക്ക് 5 ഡേയ്സ് ഉണ്ട്, 21 വീക്ക് 6 ഡേയ്സ് ഉണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് വന്നിട്ട് എൻ്റെ LMP കൊടുത്തിട്ടുള്ളത് എൻ്റെ ലാസ്റ്റ് പീരിയഡ്സ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ബേബിക്ക് ഏജ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ 21 വീക്ക് ആൻഡ് 1 ഡേയ്സ്. ഓക്കെ, പിന്നെ EDD/LMP ഇത് വന്നിട്ട് 1/6/2024 ഒന്ന് കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ഫീറ്റൽ ഗ്രോത്ത് വെച്ചിട്ട് 6/6/2024. എന്തായാലും ഏപ്രിൽ 1 തൊട്ട് 6 വരെ എൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. മുമ്പേ ആവാം അല്ലെങ്കിൽ ലേറ്റായിട്ടാവാം. അപ്രോക്സിമേറ്റ് ഫീറ്റൽ വെയിറ്റ് വന്നിട്ട് 390 to
±57 grams ആണ് കേട്ടോ. അതായത് 1 കിലോത്തോളം ആയിട്ടുണ്ട്. ബേബി വന്നിട്ട് ഹാർട്ട് ബീറ്റ് വന്നിട്ട് മെയിൻ FHR എന്ന് കൊടുത്തിട്ടില്ലേ, അത് വന്നിട്ട് 151 BPM ആണ് കേട്ടോ. ലാസ്റ്റ് ടൈം 140 ആയിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം എനിക്ക് FHR അത്ര കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. 151 ആണ്. അപ്പോൾ 140 എബോവ് ഉണ്ടെങ്കിൽ ഗേൾ ബേബി എന്നൊക്കെ പറയുന്ന കേൾക്കാം. എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടും ഇത് ഓരോരോ ബ്രെയിനിൻ്റെ ഓരോരോ ഭാഗങ്ങൾ കേട്ടോ. അതെല്ലാം നോർമലാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഡോക്ടറൊന്നുമല്ല, പക്ഷെ എനിക്ക് അറിയാം കേട്ടോ. ഇതെല്ലാം നോർമലാണ്. പിന്നെ സ്പൈൻ വന്നിട്ട് ഫീറ്റൽ ലോങ് എല്ലാം നോർമലാണ്. ഫീറ്റൽ ഹാർട്ട് 4 ചേമ്പറും വ്യൂ ആണ് കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. അപ്പോൾ ഞാൻ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ആക്കി തരാൻ ഡോക്ടറല്ല. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ നെക്സ്റ്റ് അതിൻ്റെ പുറകെ ആരും പോകരുത് കേട്ടോ. അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. പിന്നെ നമുക്കിപ്പോൾ നമ്മളൊരു ആ പഠിപ്പ് വെച്ചിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ലേ, അങ്ങനെയാണ്. എല്ലാം നോർമലാണ് കേട്ടോ. ബബിൾ വിഷ്വലൈസ്ഡ്, ആൻറ്റീരിയർ അബ്ഡോമിനൽ വാൾ ഈസ് ഇൻടാക്ട്. ഓക്കെ, നെക്സ്റ്റ് പേജ് ഞാൻ കാണിച്ചു. ഫീറ്റൽ ബോത്ത് കിഡ്നി ആർ വിഷ്വലൈസ്ഡ് കാണുന്നുണ്ടല്ലോ. ഫസ്റ്റ് വൺ കിഡ്നിക്ക് പ്രോബ്ലം ഇല്ല, യൂറിനറി ബ്ലാഡർ പ്രോബ്ലം ഇല്ല, 3 വെജൽ കോഡ് സീൻ ഓക്കെ, ഫീറ്റൽ ഫേഷ്യൽ പ്രൊഫൈൽ എല്ലാം കറക്റ്റാണ്. ഓക്കെ, ഇതെല്ലാം കറക്റ്റാണ്. ബോൺസും ഹാൻഡ് ബോൺസും എല്ലാം കറക്റ്റാണ്. പിന്നെ ഇവിടെ വന്നിട്ട് സിംഗിൾ ലൈവ് ഇൻട്രായൂട്രിയൻ ഫീറ്റസ് ഓഫ് ആവറേജ് ഗസ്റ്റേഷണൽ ഏജ് 20 വീക്കാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് അവരുടെ സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ട് അത്രേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇത് വന്നിട്ട് നോട്ട് ആൾ അനോമലീസ് കുഡ് നോട്ട് ബി ഡിറ്റക്റ്റഡ് ബൈ USG എന്ന് വെച്ചാൽ അത് എല്ലാ സ്കാനിലും ഉണ്ടാവും കേട്ടോ നമുക്ക്. പിന്നെ ഫീറ്റൽ എക്കോ കോർഡിയോഗ്രഫി ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദി സ്കാൻ. ഓക്കെ, അതെന്താന്ന് വെച്ചാലില്ലേ, നമ്മളിപ്പോൾ സ്കാൻ അനോമലി ആണെങ്കിലും മൊത്തത്തിൽ എല്ലാ സംഭവവും നമുക്ക് കണ്ടെടുക്കാൻ പറ്റൂല. അതായത് എല്ലാ ചെറിയ മൈനർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അതും കൂടി അവർക്ക് കണ്ടെത്താനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അതെല്ലാ സ്കാനിലും അങ്ങനെ തന്നെ വരും, അത് പേടിക്കേണ്ടതൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബേബിൻ്റെ പിക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഇമേജസ് ഉണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഈസ് മൈ ബേബി പിക്ചർ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇത് ബേബിൻ്റെ ബാക്ക് ബോൺ ആണ് കേട്ടോ. പിന്നെ ഇത് ഹെഡിൻ്റെ ആ ഒരു ചുറ്റളവെടുത്തതാണ്. ഇതാണ് ഹാർട്ടിൻ്റെ കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ടല്ലോ, അത് ഹാർട്ടിൻ്റെ ആ ഒരു നമ്മൾ ഹാർട്ടിൻ്റെ പിക്ചർ അവർക്ക് കിട്ടിയില്ല എന്ന് കേട്ടോ. പിന്നെ ഇതെല്ലാം ഹാർട്ട് ബീറ്റാണ്, എല്ലാം അടിപൊളിയാണ് കേട്ടോ. 151 BPM. ഓക്കെ, പിന്നെ ഇത് കുഞ്ഞിൻ്റെ ഫേസാണ്, ഇത് രണ്ടും ഫേസാണ്. ഇത് ഹാൻഡാണ്, ഇത് അവിടെ കൈവിരലെല്ലാം ഇവിടെ ഉണ്ട് ബാവക്കുട്ടിൻ്റെ. ഓക്കെ, അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ ഈ ഫോട്ടോസിൽ നമ്മളിവിടെ അമ്പലത്തിൽ ഒരു പൂജ എന്തോ നടക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ പടക്കം പൊട്ടലാണ്, സോറി ഡിസ്റ്റർബ് ആയാൽ. അപ്പോൾ ഇങ്ങനെ ഒരു 5-6 ഇമേജസ് തന്നിട്ടുണ്ട്. ഓക്കെ, അവങ്ങൾക്ക് ഇതെല്ലാം കണ്ട് മനസ്സിലായെന്ന് തോന്നുന്നല്ലോ. സ്കാനിങ് റിപ്പോർട്ടെല്ലാം കണ്ടല്ലോ, എനിക്ക് അറിയുന്നത് പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം നോർമലാണ് കേട്ടോ. പിന്നെ ഒരു സ്കാനിങ് റിപ്പോർട്ട് പടക്കം പൊട്ടുന്നുണ്ട് കേട്ടോ, അതിൻ്റെതാണ്. ഒരു മിനിറ്റ്. അപ്പോൾ ഓക്കെ, വീഡിയോ ഞാൻ 2-3 തവണ കട്ടാക്കേണ്ടി വന്നു, കാരണം അടുത്ത് അമ്പലമുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്നുണ്ട്, അതിൻ്റെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അതുകൊണ്ട് 2-3 പ്രാവശ്യം കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ അനോമലി സ്കാനിൻ്റെ റിപ്പോർട്ട് നിങ്ങളെല്ലാവരും കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്കറിയുന്നത് പോലെ നമ്മൾ വായിച്ചെടുക്കുക. അതിൽ ഏകദേശം നമ്മൾ ഒരു ചെറിയൊരു അറിവും ബുദ്ധിയും പിന്നെ നമ്മൾ കുറച്ച് പഠിപ്പെല്ലാം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എല്ലാം നോർമൽ എന്ന് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില പേർക്ക് ഇപ്പോൾ അനോമലി സ്കാൻ കിട്ടിയിട്ടുണ്ടാവും, പക്ഷേ ഡോക്ടറെ കാണിക്കാൻ വൈകും. അതായത് വീട്ടിലല്ല സോറി, ഡോക്ടർ എന്തെങ്കിലും ലീവിലെല്ലാം ആണെങ്കിൽ സ്കാനിൻ്റെ റിപ്പോർട്ട് കാണിക്കാൻ വൈകും. അങ്ങനത്തെ ആൾക്കാരൊന്നും പേടിക്കേണ്ട, എത്രയോ യൂട്യൂബ്സിലെ വീഡിയോസ് ഉണ്ട്, അതുകൊണ്ട് അത് വെച്ച് നിങ്ങൾ നോക്കിയാലും മതി കേട്ടോ. ഇതിലെല്ലാം നോർമലാണ്. ഓക്കെ, ഡേറ്റ് വന്നിട്ട് April 1 അല്ലെങ്കിൽ 6 ഉള്ളിലാണ് കേട്ടോ. ഏത് ഡേറ്റ് വരും, ഏപ്രിലിൽ തന്നെ വരുമോ അല്ല ഏപ്രിൽ 1 ഒന്നും അറിയില്ല. ഓക്കെ, എല്ലാം നോർമലാണ്. ബേബീൻ്റെ പിക്ചേഴ്സ് എല്ലാം നിങ്ങൾ കണ്ടല്ലോ, സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. എന്നെക്കാൾ കൂടുതൽ നിയാസ്കാക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, എന്താകും റിസൾട്ട് കിട്ടിയിട്ട് നമ്മളിതുവരെ കാണിച്ചില്ല എന്ന്.
പക്ഷെ ഇവിടെ നമ്മൾ സ്കാൻ എടുക്കുന്ന ഡോക്ടർ നല്ല സെൻറ്ററുകളാണെങ്കിൽ ചില സെൻറ്ററുകളിൽ നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. ഇത് ബേബിൻ്റെ ഹെഡാണ്, ബോണാണ്, ഫേസിൻ്റെ ഫീച്ചേഴ്സാണ്, പിന്നെ ഫിംഗേഴ്സ് ആണെന്നൊക്കെ. ചില സ്കാനിങ് സെൻറ്ററിൽ ഡോക്ടർമാർ ഭയങ്കര ഒരു റൂഡായിരിക്കും. അവരുടെ പരിപാടി സ്കാൻ എടുത്ത് എല്ലാം പിക്ചേഴ്സ് എടുക്കുക, ഇമേജ് എടുക്കുക, അത്ര തന്നെ. പക്ഷെ അവർക്ക് അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവില്ലേ, അവരെ കാണിച്ച് നമ്മളത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. പിന്നെ ഇപ്പോൾ എല്ലാം എന്താ പറയുക, നമുക്ക് എന്തും യൂട്യൂബിലും ഫോണിലും സെർച്ച് ചെയ്താൽ നമുക്കെല്ലാം കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ചെല്ലാം കണ്ടുപിടിക്കാനാവും കേട്ടോ. അപ്പോൾ എൻ്റെ ബേബിൻ്റെ എല്ലാം ഗ്രോത്ത് അടക്കം നോർമലാണ്. വെയിറ്റ് വന്നിട്ട് ഇപ്പോൾ 5 മന്തിൽ ഹാഫ് കെ ജി ആയിട്ടുണ്ട് ബേബി കേട്ടോ. 2 വീക്ക് ബാക്ക് വന്നിട്ട് 1/4 കിലോ കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഇത്ര മതിയാ വെയിറ്റ് എന്ന്. ഡോക്ടർ പറഞ്ഞു നമ്മൾ ഏകദേശം 7 മന്ത് ആകുന്നത് വരെ ഈ ഒരു വെയിറ്റിലേ അങ്ങനെ മെയിൻറ്റെയിൻ ആവുള്ളൂ. 1 കിലോ 3/4 കിലോ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ വെയിറ്റ് മെയിൻറ്റെയിൻ ആവുള്ളൂ. അതിൻ്റെ ശേഷമാണ് 7 മന്തിൻ്റെ അപ്പുറമാണ് ബേബി പെട്ടെന്ന് ഗ്രോ ആവുന്നത് കേട്ടോ. പിന്നെ ആരും 10 കിലോത്തിൻ്റെ ബേബിനൊന്നും ചുമക്കാൻ പോകുന്നില്ലല്ലോ. 8 മാസം 9 മാസം വയറ്റിൻ്റെ ഉള്ളിലൊക്കെ എടുക്കണ്ടേ. അപ്പോൾ പിന്നെ ഇപ്പം തന്നെ അതിന് വെയിറ്റ് കൂട്ടി കൊടുത്താൽ 9 മാസം ആകുമ്പോഴത്തേക്ക് വെയിറ്റ് കൂടി പോവില്ലേ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ബേബിൻ്റെ വെയിറ്റ് എല്ലാം നോർമലുണ്ട്. എനിക്ക് അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ തന്നെ നിയാസ്കാൻ്റെ ഫ്രണ്ട്സിനെല്ലാം കണ്ട് ഇങ്ങനെ വാക്ക് പറയുമ്പോൾ പറയായിരുന്നു തിന്നൂല, കുഞ്ഞിക്ക് വെയിറ്റ് ഇല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കുറേ പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബേബിൻ്റെ വെയിറ്റ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ അല്ല, ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം എനിക്കൊരു ഈവനിങ് വ്ലോഗ് എടുക്കാൻ പറ്റുവാണെങ്കിൽ, നല്ല മൂഡിലാണെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ ഫിംഗറിൽ ഇതാ നെയിൽസിലെല്ലാം പൊമോഗ്രാനൈറ്റ് തൊളിച്ചിട്ട് ഫുള്ള് ബ്ലാക്ക് കളറായി പോയിട്ടുണ്ട്. അതിനെന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമോ? സോപ്പെല്ലാം ഇട്ടിട്ട് പടക്കം പൊട്ടിട്ട് നോക്ക്. സോപ്പെല്ലിട്ട് നല്ല വരച്ച് നോക്കിയിട്ട് എന്നാലും ആ ഒരു നെയിൽസിൻ്റെ ഉള്ളിലെല്ലാം ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നു പോയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച് റൈസും പിന്നെ നമ്മൾ ഇന്നലെ മേടിച്ച ഫിഷ് കാണിച്ചില്ലേ കൊയില, ആ ഫിഷ് ഫ്രൈയും പിന്നെ ദാൽ കറിയുമാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ലഞ്ചെല്ലാം കഴിച്ച് 1 മണി ആയിട്ടുണ്ട്. ലഞ്ചെല്ലാം കഴിച്ച് ഞാനൊന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ ഒന്ന് കുളിച്ച് പറ്റിയെങ്കിൽ ഈവനിങ് വ്ലോഗ് ഞാൻ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ.